അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബ് സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്ന ഒരു കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള ആളുകളെ, നിങ്ങളോടൊരു കാര്യം, നിങ്ങൾക്ക് ഉപകാരപ്രദമായ, നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കാൻ പോവുകയാണ്. സല്ലൂ, നിങ്ങൾ സലാത്ത് ചെല്ലുവീൻ അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ നിങ്ങൾ സലാത്തും ചൊല്ലുവീൻ. സത്യവിശ്വാസികളെ, സലാത്തും സലാമും ചൊല്ലുവീൻ എന്നൊരു കൽപ്പന ഉണ്ടായപ്പോൾ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് സലാം ചൊല്ലാൻ അറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊക്കെ സലാമിൻ്റെ രൂപങ്ങളാണ്. 10, 20, 30 പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചെല്ലുന്നതിൻ്റെ കൃത്യമായ രൂപം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ്റെ പേരിലുള്ള സലാത്ത് പഠിപ്പിക്കപ്പെട്ടു. അതിലേറ്റവും അഫ്ളലായ ഒരു സലാത്താകുന്നു നാം എല്ലാവരും നമസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമി സലാത്ത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ അറിയും, ഓർമ്മയുണ്ടാകും. പക്ഷേ അതാണ് നാം ചൊല്ലേണ്ടത്. പലപ്പോഴും സലാത്ത് ശുഷ്കിച്ചു പോകാറുണ്ട് പലരുടെയും അടുത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നാം പലപ്പോഴും നമസ്കാരത്തിൽ, തശഹൂദിൽ, മയ്യിത്ത് നമസ്കാരത്തിൽ എപ്പോഴും നാം ചൊല്ലുന്ന സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന സലാത്ത് നമുക്ക് സുപരിചിതമാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ്, അതും സുപരിചിതമാണ്. പക്ഷേ അഫ്ളലായ സലാത്ത് ഇബ്രാഹിമി സലാത്ത് നാം ചൊല്ലണം. സലാത്ത് ചൊല്ലിയാൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം എങ്ങാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആ പ്രാർത്ഥന, അല്ലാഹുവേ നീ ആ പ്രവാചകനെ ആശീർവദിക്കണമേ, അല്ലാഹുവേ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ എന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പേരിൽ 10 സലാത്ത് ചൊല്ലും എന്നാണ്. പലപ്പോഴും സലാത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവർ ആ സലാത്തിനെ അവഗണിക്കാറുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും നമസ്കാരങ്ങൾക്ക് ശേഷമായിരുന്നാലും പ്രഭാത പ്രാർത്ഥനകളോടനുബന്ധിച്ച്, പ്രദോഷ പ്രാർത്ഥനകളോടനുബന്ധിച്ച്, പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോഴെല്ലാം തന്നെ നാം സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് നമ്മുടെ പിശുക്ക് ആകുന്നു സലാത്ത് ചൊല്ലാതിരിക്കൽ. നാം സലാത്ത് ചൊല്ലുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ ആശീർവദിക്കുകയും ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.